സ്വർണ്ണപ്പല്ലാണ് കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാർ. സ്മൈൽ സ്മൈൽ. നാദർ എന്ന് പറഞ്ഞൊരു പുരുഷനാണ്. ബസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസ് ഇല്ല എന്ന് പറയും. ബസ് ഇല്ല, ബസ് ഈ ലോകത്തെ ഇല്ലാതെ ഇവർ പറയത്തുള്ളൂ കേട്ടോ. നമസ്തേ 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 നമസ്തേ. only 5 പാലു എനിക്കറിയാം. സ്റ്റോപ്പ് ചെയ്യുന്നേ വന്ന് കൊണ്ടുപോടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷ എനിക്കാണൊന്നും മനസ്സിലാവുന്നില്ല, ഉള്ളിലേക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ ഗൈസ് നമസ്കാരം. ഇന്നപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ നമ്മുടെ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഹൈലൈറ്റ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ വന്ന് ആ ഒരു എക്സ്പെൻസീവായിട്ട് എടുത്ത റൂമാണ്. $14. എനിക്കതിൽ ഭയങ്കരമായിട്ട് ഇതുണ്ട്. കാരണം ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്ന് പെട്ടുപോയിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ലാതായിപ്പോയി. പിന്നെ കുറച്ച് ഡ്രസ്സ് കഴുകണം. ഹോസ്റ്റലിന് $11, അതുകൊണ്ടാണ് $14 നമ്മൾ ഈ റൂം എടുത്തത്. നമ്മളിന്ന് യാത്ര അതിരാവിലെ തുടങ്ങുകയാണ് കേട്ടോ. രാവിലെ വെച്ചപ്പോൾ 7:14 സമയം. ഒക്കെ ഇതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേണ്ടല്ലേ ബാഗ് റെഡിയാണ്. ഇവിടെ ഒരു ബാഗ് റെഡിയാണ്. ഫോണ്, ഇത് ഗോപ്രോയുടെ ബാറ്ററി കേട്ടോ. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത് കഴിച്ചിട്ട് തന്നെ പോവാം. ഏകദേശം 400 കിലോമീറ്റർ നമുക്ക് ഇന്ന് ട്രാവൽ ചെയ്യണം. 400 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ബസ്സിലാണ്. അത് ഈ റൂമിൽ മറ്റൊരു കാഴ്ച കാണിച്ചാൽ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ വിചാരിച്ചു ഇത് നമുക്ക് ഇട്ടിട്ട് കിടന്നുറങ്ങാനുള്ളതായിരിക്കും എന്ന്. ഞാൻ അങ്ങനെ ഇടാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ ഷബാസ് ഭായിയാണ് പറഞ്ഞത് എടുത്ത് ഇടല്ലേ, അവരിതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ, നൈസായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവരെല്ലാം പ്രിന്റഡ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, എല്ലാം നല്ല പ്രിന്റഡ് ആയിട്ടുള്ള പാത്രങ്ങളും ഒക്കെയാണ് ഇവിടെ ഒരു അലങ്കാരത്തിനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. രസമുണ്ട്. ഇതൊക്കെ ഇവരുടെ അലങ്കാരത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഹോട്ടലിൻ്റെ ആ ഒരു റേറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കേട്ടോ. ഇത് ഇവിടുത്തെ മെയിൻ സാധനം. ഇവിടുത്തെ നാന് ബന്ന് എന്നൊക്കെ പറയാം. ഇത് ആപ്പിളുണ്ട്. ദിസ് ബ്രെഡ് ഓംലെറ്റ് ബ്രോ. ബ്രെഡ് ഓംലെറ്റ് കേട്ടോ. ഇത് ബ്രെഡ് ഓംലെറ്റ്. പിന്നെ അത് എന്തോ ഒരു ബദാമൊക്കെ ഇട്ട എന്തോ ഒരു ആപ്രിക്കോട്ട്. ഓക്കെ, ആപ്രിക്കോട്ട്. പിന്നെ അതേ കുക്കീസ്. പിന്നെ കോഫി ഉണ്ട്. കോഫി മധുരമില്ലാത്ത കോഫിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഫോട്ടോ കം ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ. ഫോട്ടോ കം. നമ്മൾ ഇവരൊരു ഫോട്ടോ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇവര് ഈ സ്വർണ്ണപ്പല്ലാണ് കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാർ. അവരങ്ങനെ വിശ്വസിക്കുന്നതാണ്. സ്മൈൽ 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 സ്മൈൽ. Nice. Thank you. Bye. No taxi. Today we video bus video. Aeroport. No. ഒരു ബസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസ് ഇല്ല എന്ന് പറയും. ബസ് ഇല്ല, ബസ് ഈ ലോകത്തെ ഇല്ലാതെ ഇവർ പറയത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരടുത്ത് പോയി ബസ് ഉണ്ടോ, ബസ് എവിടുന്നാ എന്നൊന്നും ചോദിക്കാൻ നിൽക്കരുത്. അവർ പറയൂ ബസ് ഇല്ല ഇവിടെ എന്നേ പറയത്തുള്ളൂ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കേട്ട് വരുന്ന കാര്യമാണ് ഇത്. അതുകൊണ്ട് നമ്മൾ ബസ് എവിടാന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ടൗൺ ഉണ്ട്. ആ ലോക്കൽ ടൗണിൽ പോയിട്ട് വേണം നമുക്ക് അവിടുന്ന് ലോങ് റൈഡ് പോകാനുള്ള ബസ് എടുക്കാനേ കേട്ടോ. വാലേക്കും അസ്സലാം. ദിസ് autobus. ഓക്കെ. റഹ്മത്ത് ബൈ. ഔത്തോബസ് എന്നാ കേട്ടോ ബസ് സ്റ്റോപ്പിന് പറയുന്നത്. ഔത്തോബസ് കൊള്ളാം. ബ്രോ വാട്ട് ഈസ് ഇറ്റ്? 6,000 for one person 6,000. I think this is not local bus bro. No, this is me. This is what runs. This is only available to Argaji. 110 yes. This is not. I have used this in IDO. How much? 6,000 one person. Okay. After this we are going to where bro? Nukus. അവിടെ നമ്മൾ നുക്കൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കയറുവാണ്. Okay, see that it's written there. ഓക്കെ. നമ്മളൊരു ചെറിയ മിനി വാൻ. ഇത് ബസ് എക്സ്പീരിയൻസ് അല്ല കേട്ടോ. ദിസ് ഈസ് നോട്ട് എ ബസ് എക്സ്പീരിയൻസ്. ഇഫ് വി ആർ ഷോയിങ് ബസ് എക്സ്പീരിയൻസ് ആഫ്റ്റർ ദിസ് റൈറ്റ്. ആഫ്റ്റർ ദിസ് hopefully നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് we easily get a bus from there to Nukus. Yes, because they told me the locals they use a bus. The locals use a bus. Okay. Guys, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വളരെ അടുത്തുള്ളതാണ്. ഇറ്റ്സ് നിയർ ബൈ റൈറ്റ് ബ്രോ. ഓൺലി 2-3 കിലോമീറ്റർ. ഇറ്റ്സ് നിയർ ബൈ ദ ബസ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഗൈസ് ബസ് ഇതേ ഇവിടുന്നേ ഫുള്ളാണ് കേട്ടോ. അതേ ഫുള്ളാണ്, മുഴുവൻ ആളാണ് കേട്ടോ. നമ്മളിതാ ലഗേജൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ അടുത്തും ആൾ. സെൻറ്ററിലൊക്കെ സീറ്റുണ്ട് ഇതിനകത്ത്. സെൻറ്ററിലും ആളാണ്. ഞാൻ ആകെ ഇങ്ങനെ ഇരിക്കുകയാണേ. 3 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ടാക്സി പോകുന്നതാണെങ്കിൽ ലാഭമായിരുന്നു. 10,000 രൂപ ഉള്ളായിരുന്നു 2 പേർക്ക്. ഇതിപ്പോൾ ഒരാൾക്ക് 6,000 രൂപ.
നമ്മൾ ബസ് എക്സ്പീരിയൻസ് കാണിക്കാൻ വന്നത്, പക്ഷേ ഇത് മിനി ബസ്സായിരിക്കും എന്ന് അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് നമ്മൾ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഇന്നലെ നമ്മളൊരു ബസാറിൽ പോയായിരുന്നു. അവിടെ കീവ അടുത്ത് തന്നെ ആ ഒരു ബസാറിൽ തന്നെ ആയിരിക്കും, അതിനടുത്ത് തന്നെ അതായിരിക്കും ആർഗഞ്ച് എന്ന് പറഞ്ഞ മെയിൻ സ്ഥലം. അവിടെ നിന്നായിരിക്കും നമുക്ക് പോകാനുള്ള ബസ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ മിനി ബസ്സിൽ കയറിയതും. പക്ഷേ കയറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഏകദേശം 30 കിലോമീറ്ററാണ് ഈ സിറ്റിയിൽ വരാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ്, ഇതാണ് മെയിൻ ടൗൺ ഇവിടുത്തെ. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ടുള്ള ബസ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ദൂരേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഉള്ളത് ഇവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലായത്. ഹായ് നമുക്ക് ഇവിടെ നിന്നാണെന്നാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. 6000 സോമായിട്ടുള്ളൂ, നല്ല ചീപ്പാണ്. നമ്മളെ നാട്ടിൽ 35 രൂപയ്ക്ക് ഏകദേശം 30 കിലോമീറ്ററോളം നമുക്ക് വരാൻ പറ്റി. അത്യാവശ്യം നല്ല ചീപ്പാണ് കേട്ടോ റേറ്റൊക്കെ. അത് ബസ് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും യൂസ് ചെയ്യുക. ടാക്സി നല്ല കത്തിയാണ് കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ടാക്സി ഹെവി കത്തിയാണെന്ന്. ഈ ഉർഗഞ്ച് എന്ന് പറയുന്നത്, അർഗഞ്ചോ എന്നാണ് കേട്ടോ അവൻ്റെ പറയുന്നത്. ഈ കാണുന്നൊരു ഹോസ്പിറ്റലാണ്, ഇവിടുത്തെ മെഡിസിറ്റി ക്ലിനിക്ക ഹോസ്പിറ്റലാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ദിർഹംസ് ഉണ്ട്, ഞാനത് മാറിയിട്ടില്ല. ഇവിടെ ആണെങ്കിൽ നിങ്ങൾ എപ്പോൾ വരുമ്പോഴും ഡോളർ മാത്രമേ കൈ വയ്ക്കാവൂ കേട്ടോ. ഡോളർ ഉണ്ടെങ്കിൽ ഇവിടെ വിലയുള്ളൂ, കാരണം വേറെ കറൻസി ഒന്നും വയ്ക്കാതിരിക്കുക. ഡോളർ, യൂറോ, പിന്നെ ചൈനീസ് യാന്, ജപ്പാനീസ്, പിന്നെ വേറെ ഏതോ 1-2 കറൻസിയും കൂടി ഉണ്ട് കേട്ടോ. യൂറോ, ഡോളർ, പൗണ്ട്, ഇത്തരം കറൻസികളെ ഇവിടെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ നാഷണൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതോ ബാങ്ക് മാത്രമേ മറ്റുള്ള ദിർഹംസൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ദിർഹംസ് ഒന്ന് മാറാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 150 ദിർഹംസ് ഉണ്ട്. അപ്പോൾ ഞാനത് മാറിയിട്ടില്ലായിരുന്നു വരുന്ന സമയത്ത്. അപ്പോൾ അത് മാറാനായിട്ട് പോവുക. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ ഒരു നാഷണൽ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു വലിയ സിറ്റി ആയതുകൊണ്ട് ഇവിടെ മേ ബി അക്സെപ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, ഒരു രക്ഷയില്ല. നമ്മളിത് നാഷണൽ ബാങ്കാണ്, ഈ കാണുന്നതാണ് നാഷണൽ ബാങ്ക്, ഇവിടുത്തെ ഗവൺമെൻറ് ബാങ്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഈ ലഗേജും തൂക്കിയിട്ട് ഇവിടെ നടന്നു വന്നതാണ് ദിർഹംസ് മാറാനായിട്ട്. പക്ഷേ ഇവിടെ ദിർഹംസ് എവിടെ ഒരു ബാങ്കിലും എടുക്കുന്നില്ല. അവിടെ ഒരു ബാങ്കിൽ നിന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇവിടെ പോയി നോക്ക്, ചിലപ്പോൾ ഇവിടെ എടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ എടുക്കത്തില്ല കേട്ടോ ദിർഹംസ്. പെപ്സി ഇല്ലേ, പെപ്സിയുടെ അയ്യര് കളിയാണ് ഇവിടെ. പെപ്സിയാണ് ഇവിടെ എല്ലാ കടയിലും പരസ്യം ചെയ്യുന്നത് കേട്ടോ. കൊക്കക്കോളയെ കണ്ടത് ഇതേപോലെ ചെറുതായിട്ടൊരു സ്റ്റിക്കർ ഒട്ടിച്ച് ഏതെങ്കിലും ഒരു ഫ്രിഡ്ജ് കാണും. പക്ഷേ പെപ്സി ആയിരിക്കും ഒരു കട മുഴുവനായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം പെപ്സിയാണ് കൈയേറി വെച്ചിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ കൊക്കക്കോളയും പെപ്സി ആയിട്ടുള്ളൊരു മത്സരത്തിൻ്റെ കാര്യം ഞാൻ പറയുകയാണ് കേട്ടോ. അടുത്തായിട്ട് അതേപോലെ തന്നെ ഇവിടെ കൂടുതലും മൊബൈൽ ഷോപ്പുകളിൽ ഞാൻ കാണുന്നതും ഐഫോൺ വളരെ റെയറായിട്ടാണ് ഐഫോണിൻ്റെ പരസ്യങ്ങൾ കാണാറ്. കൂടുതലും ഇവിടെ സാംസങ്ങിൻ്റെ പരസ്യമാണ് കാണാറ്. അതേപോലെ ഇവിടെ ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതും സാംസങ് മൊബൈൽ തന്നെയാണ് കേട്ടോ. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള സാംസങ് തന്നെയാണ്. ഐഫോൺ വളരെ റെയറായിട്ട് ആൾക്കാരെ കയ്യിലും കണ്ടിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഇവിടെ റിച്ചായിട്ടുള്ള വണ്ടികൾ കാണുന്നത് തന്നെ വളരെ റെയറാണ്. അപ്പോൾ അതുപോലുള്ള വണ്ടി വരുന്നവരയിലൊക്കെയാണ് ഞാൻ ഐഫോൺ കണ്ടിട്ടുള്ളൂ. അല്ലാതുള്ള നോർമലായിട്ടുള്ള ഇതേപോലുള്ള സാധാരണക്കാരാണ് കൂടുതലും. ഷെവർലെറ്റിൻ്റെ ചെറിയ വണ്ടികളാണ്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഷെവർലെറ്റുമായിട്ട് എന്തോ ഒരു ടൈപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഷെവർലെറ്റിൻ്റെ വണ്ടി ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ തിരക്കിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ സാംസങ് സാധാ ഫോണുകളൊക്കെയാണ് കൂടുതലും. നമ്മുടെ നാട്ടിലെ മറ്റേ സ്ലൈഡ് ഫോണൊക്കെ ഇല്ലേ, ഇങ്ങനെ തുറക്കുന്ന പഴയ സ്ലൈഡ് ചെയ്യുന്ന ഫോണൊക്കെയാണ് കുറേ ആൾക്കാരോട് ഉപയോഗിക്കുന്നത്. പിന്നെ സാധാ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സാംസങ്ങിൻ്റെ ഹൈ എൻഡ് S23, S22, S21 അങ്ങനെയുള്ള ഫോണൊക്കെയാണ് കേട്ടോ കൂടുതലും. ഐഫോണൊക്കെ വളരെ കുറവാണ്. അതേപോലെ പെപ്സിയാണ് ഇവിടെ കൈയടക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടെ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഗൈസ്, ഇവിടെ ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു കൂട്ടിനകത്ത് ഒരു തിരക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ച് എന്താ സംഭവം എന്ന് നോക്കാം. ശരിക്കും ഇതൊരു കഫറ്റീരിയ ആണ്, എന്ന് വെച്ചാൽ ഒരു ഹോട്ടലാണ് കണ്ടില്ലേ. ഈ ഹോട്ടലിൻ്റെ മുന്നിലുള്ള ഒരു കാഴ്ചയാണ്. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ. ഞാൻ ഇവിടെ ആകെ കണ്ടിട്ടുള്ള റൈസ് സാധനം ഇതാണ് കേട്ടോ. ഇതാണ് ഇവരുടെ പ്ലോഫ് കേട്ടോ, ബീഫ്. ഇത് കണ്ടോ ഇത് അത്യാവശ്യം നല്ല ഓയിലാണെന്ന് തോന്നുന്നു. ഓയിലല്ല, ഇത് ബീഫിന്റെ ആ ഫാറ്റ് തന്നെയാണ് കേട്ടോ ആ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഓയിലാണെന്ന്. ഇവര് ചെയ്യുന്നത് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ബീഫ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പ്രിപ്പറേഷൻ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ഒരു മെയിൻ സാധനം ഞാൻ ആകെ കണ്ടിട്ടുള്ള റൈസിന്റെ ഉപയോഗം ഇതാണ് കേട്ടോ. കാരണം എന്തോരം തിരക്കാൻ നോക്കിയത് ഇവിടെ ഈ സാധനം വാങ്ങിക്കാൻ നിൽക്കുന്ന കണ്ടില്ലേ. കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല കഴിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ പോവാണ്, നമ്മൾ കഴിക്കുന്നില്ല. ഇത് ഹൗ മച്ച് സോം Hello. സോം പ്രൈസ് ഹൗ മച്ച്? 25. India. 25. $2. ഓക്കെ $2 ആണ് കേട്ടോ. 25,000 സോമാണ് വരുന്നത് കേട്ടോ. $2 എന്ന് പറയുമ്പോൾ 25,000 രൂപയ്ക്ക് ഒരു പ്ലേറ്റ് കിട്ടുന്നത്. ഇത് കണ്ടോ ബീഫ്, അല്ല വെന്ത് ബീഫ് എടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ പ്ലേറ്റിൽ
ഇട്ട് കൊടുക്കും. ചിക്കൻ ചിക്കൻ ഓക്കെ ഈ മോളെ പറക്കുന്ന സാധനം കേട്ടോ. പറക്കുന്ന സാധനം ഇവരുടെ അടുത്ത് കാണിച്ചു കൊടുത്ത കേട്ടോ. ഇത് ചിക്കനും ഉണ്ട്. ചിക്കൻ സെപ്പറേറ്റ് ഫോയിലിൽ പൊതിഞ്ഞ് ഇതിനകത്തിട്ട് വേവിച്ചെടുക്കുന്ന എണ്ണയ്ക്കകത്ത് ഇടണം. സംഭവം എന്തായാലും നൈസായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. ബീഫ് ചെറിയൊരു പോർഷനെ ഇവര് വെട്ടിയിടത്തുള്ളൂ. ബാക്കി റൈസാണ്. സംഭവം ഇച്ചിരി ഓയിലി ആയിരിക്കും കേട്ടോ. സംഭവം നൈസാണ്. നല്ലൊരു കാഴ്ച കഴിച്ചത്. അതിനകത്ത് എന്തോ ഒരു ക്യാരറ്റോ മുളകോ എന്തോ വെക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരെ അകത്തുള്ള ഓർഡറാണ്. അവരകത്ത് കൊടുക്കുകയാണ്. പുറത്താണ് ഈ സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ റഹ്മത്ത് ബൈ ബൈ. സംഭവം അടിപൊളിയായിട്ടില്ലേ? കൊള്ളാത് കേട്ടോ. ഇല്ല ഇവരുടെ ബിരിയാണി നമുക്ക് ബിരിയാണി പോലെയാണ് ഇവർക്ക് ഇവിടെ. ഇവിടുത്തെ മെയിൻ ഡിഷാണ് ഈ സാധനം പ്ലോഫ്. ഇവർ ഉച്ചയ്ക്കൊക്കെ കൂടുതലും കഴിക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ പ്ലോഫ് ആകെ ഒരു റൈസ് ആയിട്ട് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സംഭവം എന്തായാലും ഒരു നൈസ് കാഴ്ചയായിരുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതുവരെ പ്ലോഫ് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് പ്ലോഫിൻ്റെ ഒരു നല്ലൊരു കാഴ്ച കാണാൻ പറ്റിയത്. ഇനി നമുക്ക് കഴിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിക്കണം. എവിടെയെങ്കിലും പോയിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് കഴിക്കണം. ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ ആ ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഈ കാണുന്നതാണ് നമ്മളെ ബസ് സ്റ്റേഷൻ. നമ്മളെ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അർഗഞ്ച് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ ബസ് സ്റ്റേഷനാണ് നിങ്ങൾ കാണുന്നത്. അതേ കണ്ടില്ലേ? ചെറിയ മിനി ബസ്സുകളാണ് ഗൈസ്. അല്ലാതെ വലിയ ബസ്സുകളൊന്നുമല്ല. ഇതുപോലുള്ള ചെറിയ ബസ്സുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഇതേ ഓരോ ബസ്സിൻ്റെയും ഫ്രണ്ടിൽ ഇതേ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അർഗഞ്ച് ഷോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബസ് നമ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ബസ്സിലാണ്, ഇവിടുന്ന് ഏതാണോ ആ ഒരു ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബസ്സിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. Bro, Shabazz bro. Here. That bus. Baruni. Okay. Meda. Baruni. Hey, this is mini bus. How much money? Baruni? No. 50,000. No, bro. It's a mini van. It's not a direct like this bus. It's a mini bus or something, I think. They ask 50,000. Yeah. 50,000. How much? No. Right. Price som. 20.000. Oh yeah. Calculator. Just show the calculator. 5,000. Okay. 5,000 അല്ലേ? വെറുതെ പേടിപ്പിക്കാനായിട്ട്. He's just fearing. I feared. 5,000. Okay. Fine. भाई 5,100 में बेरूनी जाएंगे, फिर बेरूनी से और एक चेंज करके फिर बेरूनी टू नुकुस. दा? Okay. ബറൂണി ടു നുക്കൂസ് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ കഴിച്ചത്. കൈയൊക്കെ ഇരിക്കുന്നുണ്ടോ? ഒരു രക്ഷയില്ല. ഭയങ്കര തണുപ്പാണ്. ഇത് വണ്ടിക്കകത്ത് നിറയെ ആളാണ് കേട്ടോ. ഹായ്. Inside, no? India, Hindustan. This full no seat. Baruni, that's why. Jeng mana? Which one? Here other buses also bro. Baruni, same mini bus. ഗൈസ് ബറൂണിക്ക് പോകുന്ന എല്ലാം ഇതുപോലുള്ള വണ്ടികളാണ്. 5000 സോമേ ആവുന്നുള്ളൂ കേട്ടോ. ചീപ്പാണ്, നല്ല ചീപ്പാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടുന്ന് ബറൂണി വരാം. നമുക്ക് പോകേണ്ട സ്ഥലം ഇവിടുത്തെ ഡയറക്റ്റ് ബസ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ബറൂണിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ബസ് കയറിയിട്ട് വേണം നമുക്ക് വാസനോ. ഷബാസ് ഭായ്, അവർ ഡെസ്റ്റിനേഷൻ നെയിം, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ? നോ ആഫ്റ്റർ ദാറ്റ് നുക്കൂസ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ബറൂണിയിൽ ഇറങ്ങിയിട്ട് വേണം നുക്കൂസിലേക്ക് പോകാനായിട്ട്. വെക്കാനായിട്ട് എന്തോ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എനി ഓപ്ഷൻ? I am traveling 6 months. That's why this big luggage. Once winter goes, I will throw off my winter. I will give to some poor people. Poor people. winter Okay, wear. that's better. Yeah. How long are you planning to travel? Me? 3 to 6 months. Direct. With travel. that bag? With this bag. Oh, bhai. It's enough because in that bag so many t-shirts. I am using only this type t-shirts, and I didn't use like this jacket. No jacket, No jacket. That's why the problem I also. two winter. You are suffering. I am suffering. Really, I am suffering. കാരണം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത് തണുപ്പെന്ന് I am suffering handling the luggage. You are suffering with the cold. Yes. അത് തന്നെയാണ് കറക്റ്റ്. പുള്ളി ലഗേജ് കൊണ്ട് നടക്കാനായിട്ട് കഷ്ടപ്പെടുന്നു. കാരണം ഇത്രയും വലിയ ജാക്കറ്റ് ഉള്ളതുകൊണ്ട്. ഞാനായിട്ട് ഈ ജാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്ലാതെ തണുത്ത് ഇങ്ങനെ വിറച്ച് കഷ്ടപ്പെടുന്നു. കൈ എന്തായാലും നൈസ് ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലഗേജ് എന്തായാലും അകത്ത് വെക്കാൻ പറ്റി. Across the road. Okay. And walk the right side. The right side, On the right? right side. Okay, yeah. okay. And where is the Nukus taxis? Okay. And they will answer to you. Okay. Okay, fine. Thank you so much. Okay, bye.
ഗൈസ് അപ്പോൾ നമ്മൾ ബറൂണി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഈ ബസ്സായതുകൊണ്ട് ഇതിൽ സ്റ്റക്കാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ബസ്സിനകത്തെ വിഷ്വലൊന്നും കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ബറൂണിയിലാണ് എത്തിയത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഇംഗ്ലീഷ് കുറച്ച് അറിയാവുള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് പോകേണ്ട നുക്കൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകേണ്ട വഴി പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നുക്കൂസ് ടാക്സി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം അങ്ങോട്ട്. അതേ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. താഴെ ഇരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള സ്ഥലമാണ് ഗൈസ്. എവിടെ പോയാലും ഇവിടെ വൃത്തി അടിപൊളിയാണ് കേട്ടോ. നല്ല വൃത്തിക്കാണ് ഇവർ സ്ഥലങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അതേപോലെ ആൾക്കാരങ്ങനെ വേസ്റ്റ് ഇടലോ ഇങ്ങനെ ഒരു പൊതു ഇടങ്ങളിൽ വേസ്റ്റ് ഇട്ടിട്ട് പോകുന്ന രീതിയിലൊരു കച്ചറ പ്ലേസ് ഒന്നും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. എത്ര ലോക്കൽ ചെറിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എത്ര വലിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരു കച്ചറ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ മഞ്ഞ് വീഴ്ച വരുന്ന സമയത്തുള്ള ആ ഒരു ചെളിയുണ്ടല്ലോ, തൊളിയൊക്കെ ഇല്ലേ, അതുമാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഫുഡ് വേസ്റ്റോ ഒന്നും നമ്മളിവിടെ ആരും എടുത്തിട്ടിട്ട് പോകണമെന്നും കാണാറില്ല കേട്ടോ. ഇവർ നല്ല രീതിയിലാണ് ഇവരെ രാജ്യത്ത് ഇവർ സൂക്ഷിക്കുന്നത് കേട്ടോ. അടുത്ത ഷബാസ് ഭായി ഇവിടെ അടുത്ത ആളെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മൊത്തം ടാക്സിക്കാരാണ് കേട്ടോ. ടാക്സിക്കാർ പിന്നെ ജീവിതത്തിൽ സത്യം പറയത്തില്ല, ബസ്സുണ്ടെന്നോ ഒന്നും പറയത്തില്ല. ടാക്സി എന്നും പറഞ്ഞ് നിൽക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ബസ് സർവീസ് ഒന്നുമില്ല ഈ പറയുന്ന സ്ഥലത്തോട്ട്. അതുപോലെ ഇത് പക്ക ഒരു വെസ്റ്റേൺ സൈഡിലോട്ടാണ് പോകുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഉസ്ബെക്കിസ്ഥാൻ്റെ വെസ്റ്റ് സൈഡിൽ നല്ല ലെങ്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് തിരിച്ച് തഷ്കന്തിലെത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പുള്ളി ടാക്സി തന്നെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ടാക്സി എടുത്തിട്ട് വീണ്ടും അങ്ങോട്ട് പോയിട്ട് ഞാൻ ഒരുപാട് 10,500 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് തഷ്കന്തിൽ വരേണ്ടി വരും. ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഒരു 950 കിലോമീറ്റർ ഉണ്ട് തഷ്കന്ത് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റി. നമ്മൾ ഇതുവരെ തഷ്കന്തിൽ പോയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പോക്ക് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നില്ല. ഈ പറയുന്ന നുക്കൂസോ ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ തിരിച്ച് തഷ്കന്തിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ ഞാൻ ഷബാസ് ഭായിയുടെ വഴിയിലേക്ക് പോവാണ്. യു ആർ ഗോയിങ് ടു ദ ബോർഡർ. ഓക്കെ, തജിക്കിസ്ഥാൻ വിസ പുള്ളിക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളി തജിക്കിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുവാണ്. പുള്ളി ഇവിടെ വന്നിട്ട് ഏകദേശം 1 മാസം അടുപ്പിച്ച് ആവാറായി ഗൈസ്. അപ്പോൾ പുള്ളിയുടെ വിസ ഇവിടുത്തെ തീരാറായി. അപ്പോൾ തജിക്കിസ്ഥാനിൽ പുള്ളി പോകുന്നതുകൊണ്ട് പുള്ളിക്ക് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ തജിക്കിസ്ഥാൻ ബോർഡർ പിടിച്ച് പുള്ളിക്ക് തജിക്കിസ്ഥാനിലേക്ക് കയറാൻ പറ്റും. 2-3 ദിവസത്തിനകത്ത് പുള്ളി കയറണം. അപ്പം പുള്ളിക്ക് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തഷ്കന്ത് ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ തിരിച്ച് തഷ്കന്ത് ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോകും. ഐ ആം പ്ലാനിങ് ബൈ ട്രെയിൻ ഇൻ ദ ഈവനിങ്. But it checks how many seats are available. Seats available, yeah. It's showing. I am directly go to the railway station and take the ticket from there. That is better. Yeah, online your card is working. Yeah, card is working. Okay. അപ്പോൾ നമ്മൾ ഷബാസ് ഭായി ആയിട്ട് ബൈ പറയുകയാണ്. Okay. Have a nice 11th my nice visa experience. is expiring. Inshallah, we'll meet soon with there. Yeah. Tajikistan. 11th my visa is expiring. 11th. Okay. So you don't have much time. No, tomorrow actually early morning tomorrow there is bus from Nukus to Moinak, okay. Yeah. And they take you there and they get you back to Nukus. Okay. So I have to leave Nukus Tomorrow, okay. Yeah. So I will book the ticket today. Maybe tomorrow from Nukus I take straight to Samarkand. From Samarkand. Okay. So I have to take that. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇവിടെ പറയാണ്. പുള്ളി ഇവിടെ നുക്കൂസിൽ പോയിട്ട് നാളെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് ബോർഡർ ക്രോസ് ചെയ്ത് തജിക്കിസ്ഥാനിൽ കയറണം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉസ്ബെക്കിസ്ഥാൻ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. മെയിനായിട്ട് ക്യാപിറ്റൽ സിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ സിറ്റി ഒഴിവാക്കാതെ നമ്മൾ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ് പോകുന്നത്. അത് ഇവിടെ നിന്ന് നമ്മൾ വന്ന അതേ ബസ്സിൽ ഞാൻ തിരിച്ച് അർഗാഞ്ചിലേക്ക് പോകണം. നമ്മളിപ്പോൾ അർഗാഞ്ചിന്നാണ് വന്നത്. അർഗാഞ്ചിലെ റെയിൽവേ സ്റ്റേഷനുള്ളൂ. അവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ വൈകിട്ട് 6:15 കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉച്ച സമയം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ച് അർഗാഞ്ചിലേക്ക് പോവാണ്. പുള്ളി നേരെ നുക്കൂസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുള്ളിയെടുത്ത് ഇവിടെ പറഞ്ഞ് പോവാം. ഓക്കെ, ബൈ ബ്രോ. ഓക്കെ, ഐ ആം ഗോയിങ് ഇൻഷാല്ലാ. How you go? Bus? ബൈ ബസ്. Okay. ബൈ. അർഗാഞ്ച് autobus. Autobus Arganj. Arganj autobus. Arganj is this. Is there? Okay. അപ്പോൾ ഇതാണ് ഗൈസ് ബസ് സ്റ്റോപ്പ്. Kyrgyzstan? India, Hindustan. You Uzbek? По-русски знаешь? А? Русский знаешь? Русский? Язык русский. Или узбекский язык знаешь? Hindustan, Kerala. You know Kerala? Bombay, Delhi? നമസ്തേ. എല്ലാവരും നമസ്തേ പറയും കേട്ടോ. നമ്മൾ ഹിന്ദുസ്ഥാനാന്ന് പറയുമ്പോഴത്തേക്കും 3, 4, 5. How much? 3, 4, 5, 50. 500 тысяч.
നൈസായിട്ട് മുഞ്ചിക്കാൻ നോക്കുന്ന കേട്ടോ. 40,000 ദിർഹംസ്. എന്താണ് ഭായി നമ്മളെ only 5 മാലു എനിക്കറിയാം. വലിപ്പിക്കാൻ നോക്ക. ടാക്സിക്കാരനായിരുന്നു കേട്ടാ. നൈസിന് എത്ര കാണിച്ചെന്നറിയോ? ഒരു 2 ലക്ഷമോ 2,50,000 രൂപ 5,000 രൂപയ്ക്ക്. ഗൈസ് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിലേ നമ്മളെടുത്താൽ കൊടുത്തുകളയും. എൻ്റെ അതും ഇവിടുന്ന് എത്ര 30 കിലോമീറ്റർ ഉള്ളു അർഗഞ്ച്. 5,000 രൂപയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ 30 രൂപയ്ക്ക് നാട്ടില്ല. ഗൈസ് നമുക്കിത് തിരിച്ചു പോകാനായിട്ട് കിട്ടിയത് ഒരു ഒമിനിയാണ് കേട്ടോ. അതെ കുറച്ച് അവിടെ നിന്ന് ആൾക്കാരും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് പോവുക കേട്ടോ. അതേ കണ്ടില്ലേ. ബാക്കി ഞങ്ങൾ 2 പേര് ഫ്രണ്ടിൽ 2 അമ്മച്ചിമാര്, ഒരു പുള്ളിക്കാരൻ, പിന്നെ അവിടെ ഒരു പുള്ളിക്കാരൻ. പുള്ളിയാണെങ്കിൽ ഭയങ്കര ഫിറ്റാണ്. ഒരു വിധത്തിൽ സംസാരം നിർത്തുന്നില്ല. സ്റ്റോപ്പ് ചെയ്യുന്നേ വന്ന് ഗുണകൂടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ഒരു രക്ഷ. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, പുള്ളിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ ഇനി കയറുണ്ടായിരുന്നു കൈസ്. എന്നെ നടുപിടിയുന്നാ തോന്നുന്നു. സൂപ്പർ സൂപ്പർ കൊള്ളാം. നമ്മളിനി ഒരു 10-30 കിലോമീറ്റർ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. ഈ റോഡ് ഭയങ്കര കുലുക്കമാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മള് ഒരു ഉമ്മനിക്കാരൻ വന്ന് എല്ലാരെയും അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ ഈ അർഗഞ്ചിലോട്ട് പോകണ്ട എല്ലാരെയും എടുത്തോണ്ട് പോവാണ് കേട്ടോ. പുള്ളി പാവപ്പെട്ടനാണ് കേട്ടോ. പുള്ളി ഭയങ്കര കാര്യമാണ് ഈ പുള്ളിക്കാരൻ. പുള്ളിയാണ് നമ്മളെ ഇത് വിളിച്ച് കയറ്റിയത്. പുള്ളി എൻ്റെ അടുത്ത് കറക്റ്റ് എമൗണ്ട് പറഞ്ഞു 5,000 രൂപ കൊടുത്താൽ മതി, ഇതിൽ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വന്ന് കയറിയത് കേട്ടോ. എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഈ ലഗേജ് ഒക്കെ ആയിട്ടാണ് കൈസ് പാടുന്നത്. ഇത് കണ്ടില്ലേ, ഇത്രയും ലഗേജും സാധനമൊക്കെ ആയിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കുന്നതാണ് ബുദ്ധിമുട്ട്. അത് ഭയങ്കര കുലുക്കവും. നമ്മൾ ഏതോ ഒരു ഗുദാമിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കച്ചറ റോഡെന്ന് പറഞ്ഞാൽ അത് കച്ചറ റോഡാണ്. നല്ല അടിപൊളി കച്ചറ റോഡിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പ്ലാൻ ചെയ്തത് ഇവിടുത്തെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ. അല്ലാതെ വേറെ നമ്മുടെ നാട്ടിൽ പോലെ പ്രൈവറ്റ് ബസ്സൊന്നും ഇല്ല. ഇതേപോലുള്ള ചെറിയ ചെറിയ മിനി വാനുകൾ, ഇതേപോലുള്ള ഒമിനികളൊക്കെ തന്നെയാണ് ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ Почему ты это репортируешь? У кого спрашивал? Лицензия есть у тебя? I don't know what Почему? മലയാളം ബ്ലാ 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 മലയാളം. Пассажир. ഒരാളും കൂടി വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ 3 പേരായി ബാക്കിൽ. എന്റെ പൊന്നോ, ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഹെവി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ അർഗഞ്ചിലെത്തി കേട്ടോ. അർഗഞ്ചിലെത്തിയപ്പോൾ ദേ ഇവിടെ ഇപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു വല്ലാത്ത യാത്രയായിരുന്നു ഗൈസ്. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ അർഗഞ്ചിൽ. ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വിശക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റേ പ്ലോഫ് കഴിക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള സമയമില്ല. പിന്നെ അത് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്, 25,000 രൂപയാണ് അത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല പേനത്തെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ല. നല്ല വലിയ ബർഗറും അതേപോലെ വലിയ വലിയ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഒരെണ്ണം വാങ്ങിക്കുവാണെങ്കിൽ ഒരെണ്ണം കൂടി വാങ്ങിച്ചു വെച്ചാൽ രാത്രിയും കൂടി കഴിക്കാം. അപ്പോൾ 24,000 രൂപ ആവത്തുള്ളൂ 2 എണ്ണം വാങ്ങിച്ചത്. പ്ലോഫ് കഴിക്കാനാണെങ്കിൽ നമ്മൾ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ 25,000 രൂപയാവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്ലോഫ് കഴിക്കുന്നില്ല. ഞാൻ തൽക്കാലം ഇത് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇത് ഒരെണ്ണം ഇവിടുന്ന് കഴിച്ച് ഒരെണ്ണം പാഴ്സലും കൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ട്രെയിനിൽ ഇരുന്നും കഴിക്കാമല്ലോ. നമുക്ക് 12 മണിക്കൂർ ഇനി യാത്ര ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് പുള്ളിക്കാരി ചൂടാക്കുവാണ് കേട്ടോ. അതേ ഓവനിലിടിച്ചിട്ട് ചൂടാക്കുവാണ്. ഇത് അത്യാവശ്യം കണ്ടില്ല, ഇത് നല്ല വലുതാണ് കേസ്. നല്ല വലിയ ബർഗറാണ്. ഇത് ചിക്കനാണെന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. എന്തായാലും ട്രൈ ചെയ്യാൻ. ഇത് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ. ഇത് ചിക്കനാണോ ബീഫാണോ എന്ന് എനിക്കറിയാൻ വയ്യ എന്താ സാധനം. പക്ഷേ ഇതാ വലിയ സാധനം കഴിച്ച്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ മതിയാവും. ചിക്കനും ബീഫും ഒന്നും അല്ലെന്ന് തോന്നുന്നു, വെജിറ്റബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. വെജിറ്റബിൾ ബർഗറാണ്.
അപ്പോൾ ഇനി നമ്മുടെ കളികളെന്ന് പറയുന്നത് തഷ്കന്തിലാണ് കേട്ടോ. ക്യാപിറ്റൽ സിറ്റി ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. വൺ ഓഫ് ദ ഫേമസ് സിറ്റിയാണ് ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ. നമ്മൾ മസ്റ്റായിട്ടും പോകേണ്ട സ്ഥലം തന്നെയാണ്. നമ്മൾ ഇതുവരെ അവിടെ പോയില്ല. അപ്പോൾ അറ്റ് ലാസ്റ്റാണ് നമ്മൾ തഷ്കന്തിലേക്ക് പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു നൈസ് ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു എക്സ്പ്ലോറിങ്ങും എക്സ്പീരിയൻസും ഒക്കെയാണ് നിങ്ങളെ കാണിച്ചു തന്നത്. വല്ലാത്ത അനുഭവമായിരുന്നു ഗൈസ്, ഒന്നും പറയണ്ട. കാരണം ഈ ലഗേജും എല്ലാം കൂടി